പ്രിയ സുഹൃത്തെ, ജീവിതത്തിൽ തോറ്റുപോയി ഇനി നീ ജയിക്കുകയില്ല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ മുഖത്ത് നോക്കി തിരിച്ചൊരു മറുപടി പറയാതെ നിന്നെ ആര് തോൽപ്പിച്ചോ അവരുടെ മുമ്പിൽ നീ ജയിക്കാൻ ശ്രമിച്ചാൽ നീ ജയിച്ചു പുറത്തു വരും. നിന്റെ വിജയം കണ്ട് കൈയടിക്കാൻ കാത്തു നിന്നവർ നിന്റെ പരാജയത്തിൽ നിന്നെ കുറ്റം പറയുന്നുവെങ്കിൽ നീ ജയിച്ചു പുറത്തു വരുമ്പോൾ ലോകം മുഴുവനും നിന്റെ കൂടെ നിൽക്കും. അതുകൊണ്ട് കുറ്റം പറഞ്ഞവരെ നോക്കി നിരാശപ്പെട്ട് തലകുനിച്ച് നടക്കാതെ ജയിച്ചു പുറത്തു വരാൻ ശ്രമിച്ചാൽ തീർച്ചയായും നീ പുറത്തു വരും. അത് പരാജയപ്പെട്ടവനായിട്ടല്ല, ജയം പ്രാപിച്ചവനായി. നിനക്കതിന് കഴിയത്തില്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്താൽ മതി. കർത്താവായ യേശു ക്രിസ്തുവിൽ നീ ആശ്രയിക്കുക. എന്നെക്കൊണ്ടൊന്നിനും കഴിയത്തില്ല, എല്ലാവരാലും ശപിക്കപ്പെട്ടവനായി ഞാൻ, എല്ലാവരാലും ഒറ്റപ്പെട്ടവനായി ഞാൻ, ഇനി ജീവിതത്തിൽ എനിക്ക് മുൻപോട്ട് പോകാൻ കഴിയത്തില്ല എന്ന് എല്ലാവരും പറയുന്നു. നീ ദൈവമാണെങ്കിൽ എന്നെ കുറ്റം പറഞ്ഞവരുടെ മുമ്പിൽ എനിക്കൊരു വിജയം തരണമെന്ന് ഉള്ളു തുറന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുമോ? അങ്ങനെയെങ്കിൽ എൻ്റെ യേശു കർത്താവ് നിങ്ങളുടെ അടുക്കിലേക്ക് വരും. ഏത് സ്ഥാനത്ത് നിങ്ങൾ പരാജയപ്പെട്ടുവോ ആ സ്ഥാനത്ത് നിങ്ങളെ വിജയിപ്പിച്ച് പുറത്തു കൊണ്ടുവരും. ഞാനിത് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ദൈവം തന്ന വിജയം അനുഭവിച്ചിട്ടാണ് പറയുന്നത്. ഈ വീഡിയോ ശ്രദ്ധിക്കുന്ന നിങ്ങൾ ഏതെങ്കിലും മേഖലയിൽ തോറ്റു എന്ന് തോന്നുന്നെങ്കിൽ, ഇല്ല കുഞ്ഞെ, നിങ്ങൾ തോറ്റിട്ടില്ല. നിങ്ങളെ ജയിക്കുവാനായി ദൈവം ഈ ഭൂമിയിലാക്കി വെച്ചതാ. നിങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന ശത്രുവിൻ്റെ വാക്ക് കേൾക്കാതെ നിങ്ങൾക്ക് ജയം തരാമെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്ക്. നിങ്ങൾ ജയിച്ചു പുറത്തു വരും. അന്ന് കുറ്റം പറഞ്ഞവരും പരിഹസിച്ചവരും നിങ്ങളുടെ ചാരത്വം നിങ്ങളോട് ചേർന്ന് കൈയടിക്കും. അതുകൊണ്ട് ആ നല്ല നാളെ സ്വപ്നം കണ്ടുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാം. വിജയം നിങ്ങളുടെ മുൻപിലുണ്ട്. നിങ്ങൾ ജയിച്ച് പുറത്തു വരും. ലോകം നിങ്ങളുടെ മുമ്പിൽ തലകുനിക്കും. വിശ്വാസമുണ്ടെങ്കിൽ എന്നോട് ചേർന്ന് ആമേൻ പറയാം. യേശുവിൻ്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.